വടകര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം നാളെ ചേരും. കോഴിക്കോട് റൂറൽ SP ടി ഫറാഷിന്റെ നേതൃത്വത്തിലാണ് യോഗം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രഥമ ലക്ഷ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച വിവാദമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് പ്രചാരണം. മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ പ്രചരിച്ച ഈ സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ ഉറവിടം എവിടെ നിന്നാണ്, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കോഴിക്കോട് റൂറൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും ഫലപ്രദമായ കണ്ടെത്തലുകളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സത്യം പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും പരാതി നൽകിയത്. പരാതിയുടെ ഗൗരവം കണക്കിലെടുത്താണ് സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി ഉത്തരവിറക്കിയത്. കോഴിക്കോട് റൂറൽ SP ടി ഫറാഷിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പുതിയ സംഘത്തിന്റെ പ്രവർത്തനം. ക്രൈംബ്രാഞ്ച് DYSP ടി മനോഹരനാണ് അന്വേഷണ ചുമതല. വടകര സ്റ്റേഷനിലെ SHO ഉൾപ്പെടെ 7 പ്രമുഖ ഉദ്യോഗസ്ഥരാണ് പ്രത്യേക സംഘത്തിലുള്ളത്. DGPയുടെ ഉത്തരവ് പുറത്തുവന്നതിന് പിന്നാലെ നാളെ തന്നെ സംഘത്തിന്റെ ആദ്യ യോഗം ചേരും. കേസിന്റെ മുൻകാല റിപ്പോർട്ടുകളും ഡിജിറ്റൽ തെളിവുകളും പരിശോധിക്കുന്നതിനൊപ്പം വരും ദിവസങ്ങളിൽ സ്വീകരിക്കേണ്ട അന്വേഷണ രീതികളെക്കുറിച്ചും യോഗത്തിൽ കൃത്യമായി രൂപരേഖ തയ്യാറാക്കുമെന്നാണ് വിവരം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.